മറ്റേ IVF നടത്തുന്ന കടകളിലെ ആ പാലക്കാട് ഭാഗത്തുള്ള എല്ലാ IVF നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. കാരണം ഇദ്ദേഹം വന്നോടി പിന്നെ ഇദ്ദേഹം നോക്കിക്കോളും. ഈ അബോർഷൻ നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. പാലക്കാട്ടെ സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞിരിക്കുകയാണ് ഗണേഷ് കുമാരൻ എന്ന പരമസുന്ദരനായ മന്ത്രി. ഗണേഷ് കുമാരൻ, നാണമുണ്ടോ തനിക്ക് മന്ത്രിയായിട്ട് ജനങ്ങളെ ഉണ്ടാക്കാൻ, ഇങ്ങനെ ഇരിക്കാൻ? നാണം ഉളുപ്പുണ്ടോ ഗണേഷ് കുമാര നിനക്ക്? ഇങ്ങനെ തന്നെ ചോദിച്ച് തന്നെ ഈ വീഡിയോ തുടങ്ങണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ചോദിച്ച് തന്നെ ഞാൻ തുടങ്ങുകയാണ്. ഇതിൻ്റെ പേരിൽ ഇനി എന്ത് മാങ്ങ വന്നാലും എനിക്ക് പുല്ല, മനസ്സിലായോ? കൊണ്ടുപോയി കൂടിപ്പോയാൽ നീയൊക്കെ അങ്ങ് തീർക്കും, അത്രയല്ലേ ഉള്ളൂ. ഒരു മാങ്ങയില്ലടാ, പക്ഷെ പറയാനുള്ള പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. തന്തയില്ലാഴിക, അങ്ങനെ തന്നെ ഞാൻ പറയും. തന്തയില്ലാഴിക വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇന്ന് ഗണേഷ് കുമാരൻ എന്ന മന്ത്രി. സുന്ദരൻ, കയ്യടിക്ക്, എല്ലാവരും കയ്യടിക്ക്. അണികളെ, അവനാ തന്തയില്ലായ്മ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ ഇന്ന് ചിരിച്ചോണ്ടിരുന്ന കുറെ മോമാരുണ്ടായിരുന്നു. കയ്യടിക്ക്, 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 ആഘോഷിക്ക്. നീയൊക്കെ നിന്റെയൊക്കെ വീട്ടിലെ സ്ത്രീകളെയും നാളെ ഈ നാറി ഈ വർത്താനം പറയും. അപ്പോഴും നീയൊക്കെ കയ്യടിച്ചോണ്ടിരിക്കണം. ഇന്ന് നിങ്ങൾക്കറിയാം, ഗണേഷ് കുമാരൻ്റെ രണ്ടാമത്തെ ഭാര്യ വന്ന് ചാനലുകളോട് പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടതാണ്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു, ഗണേശനെതിരെ സംസാരിക്കുന്നു. ഗണേശൻ ഇരുന്നങ്ങ് തള്ളി മറിക്കും. അവന് പ്രണയം മൂത്തിരിക്കുകയാണെന്ന്. നീ പ്രണയിച്ചോടാ ഗണേഷ് കുമാര. പക്ഷെ അതിനിടയ്ക്ക് നീ പാലക്കാട്ടെ സ്ത്രീകളെ വെറും വേശ്യയാക്കുന്ന, വെറും വേശ്യയായി തരം താഴ്ത്തി മുദ്ര കുത്തുന്ന ഒരു ഡയലോഗ് നിന്റെ വായിന്ന് വീണു. ഇതൊക്കെ ഇവിടുത്തെ മേളാളന്മാരൊന്നും കാണുന്നില്ലേ? ഇവന്റെ പാർട്ടിയിലെ വലിയ നേതാക്കന്മാരൊന്നും ഇവൻ ഈ തന്തയിലാഴിക പറഞ്ഞത് കേൾക്കുന്നില്ലേ? ഇവിടുത്തെ പോലീസുകാർ കാണുന്നില്ലേ? അല്ല, ഇവനെ ഇനി വിമർശിച്ചാൽ ചിലപ്പോൾ നമ്മളെ പെട്ടെന്ന് കൊണ്ടുപോയി തീർക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് എടുക്കും. പക്ഷെ ഇവൻ ഈ തന്തയിലാഴിക വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോഴും കൈയടിച്ച് ഇവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ കേൾപ്പിച്ചു തരാമെല്ലാം. ഒരു തെളിവുമില്ലാതെ ഞാനിവിടെ വന്നിരുന്ന് ഉണ്ടാക്കത്തില്ല, മനസ്സിലായില്ലേ? ഒരു തെളിവുമില്ലാതെ. ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതുകൊണ്ടായിരിക്കാം ഇവൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതാരും ഇവനെന്ന് തന്നെ വിളിക്കുകയുള്ളൂ. എൻ്റെ മാമൻ്റെ മോനോ എൻ്റെ ചേട്ടനോ ഒന്നും അല്ല, മനസ്സിലായില്ല? ബഹുമാനം കൊടുത്ത് ഇവനെ എടുത്ത് തലേ വെച്ച് ചേട്ടാ, അയ്യോ ഗണേഷ് കുമാരൻ ഏട്ടാ, സാറേ എന്ന് വിളിക്കേണ്ട ഒരു കാര്യമില്ല, എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ പോവുകയാണ് ഇവിടെ. ഇവനെപ്പോലുള്ള ചെറ്റ വർത്തമാനം ഞാൻ ഇവിടെ ഇന്ന് എടുക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ്റെ അത്രയും തരം താഴാൻ ഞാൻ പോകുന്നില്ല. പക്ഷെ അവൻ പറഞ്ഞതിന് അവനെക്കാട്ടിലും തരം താഴ്ന്ന് വേണം പോയി തിരിച്ച് അവനോട് മറുപടി പറയാൻ എന്തൊരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം ഇവനോടത് പറയണം. ഇവൻ ഒരു സ്ത്രീയെ അല്ല ആക്ഷേപിച്ചിരിക്കുന്നത്, പാലക്കാട്ടെ സ്ത്രീകളെ ഒന്നടങ്കം ഈ ചെറ്റ ആക്ഷേപിച്ചിരിക്കുകയാണ്, മനസ്സിലായില്ലേ? ഇതിൽ നിയമ നടപടി വേണം. എന്നിട്ട് ഇവനെ നമ്മൾ തെറി പറഞ്ഞെന്ന് പറഞ്ഞ് നീയൊക്കെ എന്നെ അങ്ങ് കൊണ്ടുപോയി എന്താ വെച്ചാൽ ചെയ്യും. പക്ഷെ ഇത്രയും സ്ത്രീകളെ ഇത്രയും പച്ചയ്ക്ക് അപരാധം പറഞ്ഞ് ഇവനെ മന്ത്രിയായിട്ട് ഇനിയും വെച്ചോണ്ടിരിക്കുന്നതിനകത്ത് എനിക്ക് ഒരു യോജിപ്പുമില്ല. ആദ്യമേ ഇവൻ്റെ കുറേ കൊണേടികളുണ്ട്, നിങ്ങളിത് കേക്ക്. എന്നിട്ട് സോറി, പറ്റുമെങ്കിൽ എല്ലാവരും ഹെഡ്സെറ്റ് വെച്ചിരിക്കുക, ഓക്കെ? നമ്മുടെ TV യിലൊന്നും ആരും ഇരിക്കരുത് ഇന്ന്. എന്തെങ്കിലുമൊക്കെ ഇന്ന് വായിന്ന് വീഴും, അതുകൊണ്ടാണ്, സീരിയസ്ലി. കാരണം അത്രയ്ക്കും വലിയ വൃത്തികേടാണ് ഇവൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിത് കേട്ട് തുടങ്ങി. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ രണ്ടാം ഭാര്യ വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ കണ്ടു, വേറെ ആളുമായിട്ട് പരിപാടി എല്ലാം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടു കാണും, താക്കോൽദാനം എല്ലാം കഴിഞ്ഞ് രാഹുലും ഈ വിഷയം അറിഞ്ഞപ്പോൾ തൊട്ട് രാഹുലിൻ്റെ ഫ്രണ്ടിലേക്ക് മാധ്യമങ്ങൾ എത്തിയോണ്ടാ രാഹുൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തൊട്ട് പറയുന്നൊരു കാര്യമാണ്, രാഹുലും അത്ര ഡീസൻറ്റ് വ്യക്തിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളി ഒരു കോഴിയാണ്, അത് പുള്ളിയും എങ്ങും തിരസ്കരിക്കുന്നില്ല. പുള്ളിക്കും പരിപാടികളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് ഇവൻ കാണിക്കുന്ന സ്വന്തം ഭാര്യയൊക്കെ ഇവനെതിരെ വന്നത്. ആദ്യത്തെ ഭാര്യ വന്നു, രണ്ടാമത്തെ ഭാര്യ വന്നു. എന്നിട്ടും നാണമില്ലാതെ ഇപ്പോഴും രാഹുലിൻ്റെ കോണാൻ പിടിക്കാൻ പോകാൻ തന്നെയൊക്കെ സമ്മതിക്കണോടോ. തൻ്റെയൊക്കെ തൊലിക്കട്ടി എൻ്റെ പൊന്നെ. ഈ ഡയലോഗ് നിങ്ങളൊന്ന് കേട്ടോ, എന്നിട്ട് ബാക്കി. അല്ല, അദ്ദേഹത്തിൻ്റെ അത്രയും അധപ്പതനമില്ല. അദ്ദേഹത്തിൻ്റെ അധപ്പതനത്തെക്കുറിച്ച് നിങ്ങളാണ് പറഞ്ഞത്, ഞാനല്ല. പറയാൻ യോഗ്യനായ ആൾ തന്നെയാണ്, വളരെ യോഗ്യനാണ്. അദ്ദേഹം യോഗ്യനാണെന്ന് തെളിയിച്ചു. അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അനുദിനം. ഇനി ആരൊക്കെ വരാൻ പോകുന്ന അറിയത്തില്ല. ഏതായാലും ഞാൻ അദ്ദേഹം ചെയ്ത കണക്കുള്ള പണി ചെയ്തെന്ന് പറഞ്ഞ ആരും വന്നിട്ടില്ല. മാന്യൻ, എത്രയോ വലിയ മാന്യനാണ് അദ്ദേഹം. പറയുന്നത് കേട്ടോ. എനിക്കെതിരെ എന്തായാലും അയാൾക്കെതിരെ വന്ന പോലെ ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന്. ഗണേഷ് കുമാര,
നാണമുണ്ടോ ഇത് പറയാൻ? നാണം, ഉളുപ്പുണ്ടോ? ജനങ്ങൾ എന്താ മണ്ടന്മാരാണോ? ജനങ്ങൾ മണ്ടന്മാരാണോ? രാഹുലിനെതിരെ വന്നത് സ്വന്തം ഭാര്യയൊന്നും അല്ല ഹേ, വേറെ ഏതൊക്കെയോ പെണ്ണുങ്ങളാ. അവൻ പലയിടത്തും ഒറ്റാലും വെക്കാൻ പോയി, എല്ലായിടത്തു നിന്നും പണി കിട്ടി തിരിച്ച് വന്നു, അത്രേ ഉള്ളൂ. അതിനെ അങ്ങനെ കാണാം. തനിക്കെതിരെ വരുന്നത് തൻ്റെ ഭാര്യമാരാ. ആദ്യത്തെ ഭാര്യ വന്നു, ഇപ്പം അതേ രണ്ടാമത്തെ ഭാര്യയും. താൻ ഇനി അടുത്തേ കൂടെ കിട്ടും, എന്നിട്ട് അവരും കൂടെ വരട്ടെ. അപ്പം 3 രാഹുലുമായിട്ട് ടാലിയായി പൊക്കോളും. നാണമുണ്ടോ ഗണേഷ് കുമാരൻ മന്ത്രി? താങ്കൾക്ക് ഇതൊക്കെ നിന്ന് പറയാൻ? ചിരിച്ചോണ്ട് തൊലിച്ചോണ്ടാ പറയുന്നത്. അയ്യ, രാഹുലിനെതിരെ വന്ന പോലെ എന്തായാലും എനിക്കെതിരെ വന്നില്ലല്ലോ എന്ന്. എടാ തൻ്റെ ഭാര്യയാടാ മോനെ വന്ന് പറഞ്ഞത് നിന്നെ വേറൊരു പെണ്ണുമായിട്ട് കണ്ടെന്ന്. മനസ്സിലായില്ല? അവർ വന്ന് കയറിയപ്പോൾ അവരുടെ കയ്യിൽ ഫോട്ടോ വരെ ഉണ്ടെന്ന് പറയുന്നു. ആ സ്ത്രീ എന്തായാലും ഇപ്പോൾ പറയുന്നുണ്ട് കേസ് കൊടുക്കുന്നില്ല. അവരെന്ന് പേടിപ്പിച്ചിട്ടുണ്ടായിരിക്കും ആ സ്ത്രീയോ. വലിയ വലിയ ടീമുകളല്ലേ. ഇപ്പം നമുക്കും എല്ലാം പറയാൻ പറ്റുമോ? നാളെയൊക്കെ പ്രിയപ്പെട്ടവരെ ഓർത്ത് വെച്ചോ ഈ മോഹം കേട്ടാ. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, തീർത്തുകളെ ഇവനൊക്കെ. കാരണം ഇവൻ്റെയിലൊക്കെ പണം, പവർ എല്ലാം ഇവൻ്റെയൊക്കെ കക്ഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ തിരികെ കയറ്റി വെച്ചിട്ടുണ്ടല്ലോ. വോട്ട് കുത്തി കേറ്റതേ വീണ്ടും വരുന്നുണ്ടല്ലോ ഇലക്ഷൻ. വീണ്ടും കൊടുക്കും ഇവനൊക്കെ വോട്ട്. കേറട്ടെ ഇവനൊക്കെ. അടുത്തൊരു സാധനം, ഇതൊന്ന് കേട്ടോ നിങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹം ഒന്നും വിളിക്കുന്നില്ല, ഈ മോൻ്റെ ഭാര്യ പറയുന്നത് കേൾപ്പിക്കാം. അതിന് മുമ്പ് ഇവൻ്റെ 1-2 ഡയലോഗുകൾ നിങ്ങൾ കേൾക്കണം, എന്നിട്ട് അത് കേട്ടാൽ മതി. ഇത് കേട്ടോ. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് 1 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായാൽ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. നമ്മൾ രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. മാധവിക്കുട്ടി മരിക്കുന്നവരെയും പ്രണയിച്ചു. ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാസുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ്. ഗണേഷ് കുമാറിന് പ്രണയം ഉണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് 5000 പ്രണയമുണ്ട്. ഗണേഷ് കുമാരൻ 5000 പ്രണയങ്ങളുണ്ടെന്ന്. എടോ നാണം. തൻ്റെ അടുത്തൂടെ പോയിട്ടുണ്ടോ നാണം എന്ന് പറയുന്ന ഒരു സാധനം? തനിക്കുണ്ടാവുമ്പോൾ അത് പ്രണയം, രാഹുലിനുണ്ടാവുമ്പോൾ അത് പിന്നെ വേറെന്തോന്ന്? എന്താ ചേട്ടാ അതെന്താ? രാഹുലിന് എന്താ ഉള്ളത്? രാഹുലിനെ കാ വെച്ചു കൊടുക്കുന്ന സാധനമാണോ? അല്ല, തനിക്ക് ഉണ്ടാവുന്ന പ്രണയത്തിനകത്തൊന്നും താൻ പോകുന്നത് തൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം കണ്ടതും തൻ്റെ കായല്ലേ? അല്ലാതെ വേറൊന്നും അല്ലല്ലോ. നാണമുണ്ടോ? ആരേക്കകത്ത് രാഹുൽ എൻ്റെ പൊന്നണ്ണ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, മാധവിക്കുട്ടി, നാണം ഉണ്ടോടോ തനിക്ക്? എത്ര വേണമെങ്കിലും എനിക്ക് പ്രണയങ്ങളാവാന്ന്. അവൻ ചെയ്യുമ്പോൾ അയ്യോ അവൻ പ്രശ്നക്കാരൻ, അവന് പ്രണയമല്ല, അവനെതിരെ 3 പേരേ വന്നുള്ളൂ. എനിക്ക് 5000 പച്ചക്കല്ലേ ഇവൻ പറയുന്നത്, പച്ചക്ക് ഇവൻ 5000 പേര്. എന്താ ഞാൻ പറയുന്നത്? എൻ്റെ വായിൽ വേറെന്തോ വരുന്നു. അതാ 5000 പേര് അത്രയും കാണും. സൈബറിടങ്ങൾ ആഘോഷിക്കും. എനിക്ക് 5000 പേര്. രാഹുലിനെതിരെ 3 വന്നുള്ളല്ലോ. രാഹുൽ ഒരു മന്ത്രിയായിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾക്കെതിരെ വന്നാലും ഇതൊക്കെ അങ്ങ് മാഞ്ഞു പോയേനെ. മനസ്സിലായോ? താൻ മന്ത്രി ആയതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് മാത്രമേ ന്യൂസ് നിൽക്കും, നാളെ മാറും. എന്നിട്ട് നാളെ നമ്മുടെയൊക്കെ പുറകെ വരും, വന്ന് നമുക്കിട്ടൊക്കെ തരും. നമ്മുടെയൊക്കെ എന്തൊക്കെ എടുത്ത് നീയൊക്കെ വെച്ച് തരുമെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം. ഇന്നല്ലെങ്കിൽ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് വരട്ടെ. പക്ഷെ പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും ചേട്ടാ. ഈ വീഡിയോ കാണുന്നത് 100 പേരാണെങ്കിൽ ആ 100 പേര് മനസ്സിലാക്കിയാൽ മതി എന്നെ. നാളെ എനിക്കെതിരെ വരുവാണെങ്കിൽ നീയൊക്കെ നിന്നെയൊക്കെ ഇത്ര ഇരുന്ന് അവരാധിക്കുന്നുണ്ട്. എങ്ങനെ ഇവനെയൊക്കെ പറയാതിരിക്കും? ഞാൻ കേൾപ്പിക്കാം നിങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇവൻ പറയുന്ന ഒരു പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനില്ലായ്മ ഇവൻ്റെ വായിന്ന് വീഴുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഭാര്യ പറയുന്നതൊക്കെ കേൾപ്പിക്കുക. ഇത് നിങ്ങളൊന്ന് കേട്ടോണേ, വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടോണേ ഈ ഒരു ക്ലിപ്പ്. പ്രശ്നങ്ങൾ അത് പുറത്തേക്കിട്ട് വലിയ ചർച്ചകൾക്ക് വഴി ശ്രമിക്കുകയാണ്. അല്ല, എന്തിനാ ഈ മനസ്സിലാകുന്നില്ല? ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? ഒരാൾ മദ്യപിക്കുന്നു, രാഷ്ട്രീയം അയാളുടെ സൗകര്യമില്ലേ അത്? പിന്നെ മറ്റേ ആളെ കുറിച്ച് പറഞ്ഞ കാര്യം, എൻ്റെ അടുത്ത് മറ്റേ IVF നടത്തുന്ന കടകളിലെ ആ പാലക്കാട് ഭാഗത്തുള്ള എല്ലാ IVF നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. കാരണം ഇദ്ദേഹം വന്നോടി പിന്നെ ഇദ്ദേഹം നോക്കിക്കോളും. ഈ അബോർഷൻ നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. അയാളാണോ എന്നെ കുറിച്ച് അഭിപ്രായം പറയുന്നത്? 2 അടച്ചു. സത്യമല്ലേ? ഡോക്ടർമാർക്ക് പണിയില്ലാതായി, 2 അവരെ ഏറ്റെടുത്തു. അത്തരം ആളുകളാണോ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത്? അവർക്ക് വേണ്ടി കുഴലുവാൻ നടക്കുന്നവന്മാരല്ലേ എന്താ അഭിപ്രായം പറയാം? ഓ പിന്നെന്താ, അതിനെന്താ, നമ്മൾ രാഷ്ട്രീയമായിട്ട് അങ്ങ് നേരിടും. വേറെ കാര്യം എന്ത്? വാർത്താ സമ്മേളനം വിളിച്ചാൽ നിങ്ങൾ വാർത്ത കൊടുക്കും, അത് കാണും. ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കത്തില്ല. എന്റെ വോട്ട് കൂടും.
നിങ്ങൾക്കൊരു സംശയം വേണ്ട. പത്തനാപുരത്തുകാർക്ക് എന്നെ അറിയാം, 25 കൊല്ലമായിട്ട് എന്നെ അറിയാം, എന്റെ എക്സ്റേ വരെ അവർക്കറിയാം. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവരോടൊക്കെ എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അവരോട് ചോദിക്കും. ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ അവരോട് ചോദിക്കും ഞാൻ എത്ര സ്നേഹത്തോടെ പെരുമാറും. അവരെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടുന്നവനാണ്. കേട്ടല്ലോ നിങ്ങൾ, ഇവൻ എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. പാലക്കാട്ടിൽ IVF സ്ഥാപനങ്ങൾ എന്താണ് IVF എന്നറിയാലോ? സ്ഥാപനങ്ങൾ അടച്ചു, മറ്റേ അബോർഷൻ ചെയ്യുന്നത് നിർത്തി. കാരണം രാഹുൽ ഉണ്ടല്ലോ എന്ന്. നീ രാഹുലിനിട്ട് കൊട്ടിക്കോ, പക്ഷെ അവിടെ നീ കൂട്ടത്തിൽ കൊട്ടിയത് പാലക്കാട്ടെ സ്ത്രീകളെയാണ്. ഗണേഷ് കുമാര, മനസ്സിലായോ നീ? അവിടെ ഈ സ്ഥാപനങ്ങളൊന്നും വേണ്ടെന്ന്, രാഹുൽ ഉണ്ടല്ലോ എന്ന്. എടാ ചെറ്റ വർത്താനം ഗണേശ, ഒരു മന്ത്രി ആയിക്കൊണ്ട് നീ പറഞ്ഞോണ്ടല്ലോ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. അതിനകത്ത് വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വായിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ വീണു പോകും. ഇവൻ എന്താ ഉദ്ദേശിച്ചത്, ഇവൻ എന്താ പറഞ്ഞു വെച്ചത്? ആ കൂടെ നിന്ന് തൊലിക്കുന്നവന്മാരോടൊക്കെയാണ് ചോദിക്കാനുള്ളത്. പത്തനാപുരംകാരോട് ചോദിക്കാൻ. ഞാൻ നല്ല മനുഷ്യൻ, അയ്യോ ഞാൻ പാവം, എനിക്കെതിരെ വരുന്നതെല്ലാം വെറുതെ. എൻ്റെ കുടുംബക്കാരെവിടെയോ പറയുന്നത് കേട്ടു, എൻ്റെ കുടുംബം തന്നെ എനിക്കെതിരെ. നാണമുണ്ടോ? നിനക്കെതിരെ വരുന്നതെല്ലാം ആസൂത്രിതമാണ്. എന്നെ ചെയ്യുന്നതെല്ലാം ആസൂത്രിതം. രാഹുലിനെതിരെ അയ്യോ അവൻ കള്ളൻ, അവനെ കണ്ടില്ലേ, 3 എണ്ണം 4 എണ്ണം നാളെ ഇനിയും വരും. ഓൾറെഡി 2 എണ്ണം വന്നില്ലേ നിനക്കെതിരെ. അടുത്തൊരു കല്യാണം കഴിക്കാൻ അടുത്തൊരു കല്യാണവും. പിന്നെ നീ ഇടയ്ക്ക് കാണുന്നവരെയൊക്കെ നീ ഡീൽ ചെയ്ത് വിടുന്ന അവരൊക്കെ ചിലപ്പോൾ പൈസ മേടിച്ച് വരുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. ശരിക്കുള്ള പ്രണയത്തിൻ്റെ പുറകെ പോയിട്ട് വരും, വള്ളി ഉറപ്പായിട്ടും വരും ചേട്ടാ. സമ്മതിക്കണം ഗണേഷ് കുമാര തന്നെ, ഗണേഷ് കുമാര സമ്മതിക്കണം നിന്നെ. നീ ചെറിയ ടീമൊന്നും അല്ല. നിനക്കെതിരെ പറയുന്നവനെയൊക്കെ നീ ചിലപ്പോൾ ഇല്ലാതെയാക്കും. തീർക്കടാ, പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? പക്ഷെ പറയാനുള്ളത് പറയും. ഇനിയിപ്പോൾ ഫ്രണ്ടിലോട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും നോക്കാനൊന്നുമില്ല, ഒറ്റ തടിയാ, പിടി കിട്ടിയോ അങ്ങ് കയറ്റി വലിച്ച് മൂക്കിനകത്തോട്ട്. പക്ഷെ പറയാനുള്ളത് ഞാൻ ഇനിയും പറയും. ഡാഡി ഇല്ലാത്ത പരിപാടിയാണ് ഗണേശ നിന്റെ വായിന്ന് നേരത്തെ വീണത്. ഓക്കെ, ഇനി ഗണേശൻ്റെ 2ാം ഭാര്യ ബിന്ദു അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അവർ ഈ കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാറിന്റെ വീട്ടിലോട്ട് കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ചകൾ അവർ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് കേട്ടോ. ഇപ്പൊ മന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. എനിക്ക് ഞാൻ 2014 മാരേജ് കഴിഞ്ഞ് കുറെ വർഷങ്ങളായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ 2019 ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പോഴും ലേഖ ചേച്ചിയെ കോൺടാക്ട് ചെയ്തിരുന്നു. എന്റെ കസിൻ ബ്രദർ, അതായത് എന്റെ പപ്പയുടെ സിസ്റ്ററുടെ മോനാണ് ശ്രീലേഖയുടെ ഹസ്ബൻഡ്. അതെ. അപ്പോൾ ഞാൻ 2019 കോൺടാക്ട് ചെയ്തിരുന്നു. അന്ന് ഇതുപോലൊരു കോംപ്രമൈസിനായിട്ട് ഞങ്ങൾ സംസാരിക്കുകയെല്ലാം ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും ലോകം മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ എസ്പെഷ്യലി മന്ത്രിയായി കഴിഞ്ഞിട്ട് എനിക്ക് വളരെ വളരെ പ്രശ്നങ്ങളാണ്. അതായത് മന്ത്രിയുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും മന്ത്രിയുടെ സ്റ്റാഫ് ആയാലും എല്ലാം എനിക്കെതിരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പവറിന്റെയും പൊസിഷന്റെയും കൂടെയല്ലേ ആൾക്കാർ നിൽക്കുള്ളൂ. സോ ഐ ബീൻ കംപ്ലീറ്റ്ലി അലോൺ. പക്ഷെ ഞാൻ എന്റേതായ ഇതിൽ, കാരണം എനിക്ക് അത്രയും പേടിയാണ്. എനിക്കൊരു വയസ്സായി ഇപ്പോ മെമ്മറി പോലും ഇല്ലാത്ത എന്റെ ഒരു അമ്മ. ഈ മെനഞ്ഞാം ദിവസം ഈ വാളകത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ ശനിയാഴ്ചയാണ് തോന്നുന്നു. ശനിയാഴ്ച ശരിക്കും ഞാനിപ്പോ 2 മാസമായിട്ട് ഇതേപോലെ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ അവിടെ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ഇടയിൽ വന്നത്. അതിന് മുന്നേയും പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ആരോട് അവരുടെ സ്റ്റാഫിന്റെ ഫോൺ ട്രാക്ക് ചെയ്യും. ഞാൻ ആരെടുത്താ വിളിച്ചാൽ നോക്കി അവരുമായിട്ട് എന്നെ കണക്ട് ചെയ്ത് ഞാൻ അവരുമായിട്ട് ബന്ധമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പൊ അവിടെ എല്ലാം പറയും ഞാൻ അമേരിക്കയിലേക്ക് ആരുടെ കൂടെ പോയി, ദുബായിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിർത്തും. സോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ സ്റ്റാഫ് എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. അപ്പൊ വാളകത്തെല്ലാം ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പല സ്ത്രീകളെയും വിളിച്ച് ഞാൻ കുറെ ഫയർ ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ സംശയ രോഗമാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ പറയുന്നു, എന്റെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു. അപ്പൊ ഐ ജസ്റ്റ് വാണ്ടഡ് എ ക്ലോഷർ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു. അത്ര മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്.
ഓ അവിടുത്തെ വീഡിയോ ഫോട്ടോസ് വീഡിയോ അല്ല, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. അതിനുശേഷം പോലീസിനെ വിളിച്ചോ? എന്തായിരുന്നു? ഞാൻ പോലീസിനെ അല്ല, എനിക്ക് ഐ ലോസ്റ്റ് കൺട്രോൾ. പക്ഷെ ഞാൻ ഐ ഡിഡ് നോട്ട് യൂസ് എ ബാഡ് വേർഡ്, ഐ ഡിഡ് നോട്ട് ഫിസിക്കലി അസോൾട്ട് എനിവൺ. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ് എന്നെ ബാക്കി കേൾപ്പിക്കാം. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ, അതായത് നമ്മൾ അവരുടെ ഒരു തെറ്റ് കണ്ടുപിടിച്ചാലും ഇവർ നമ്മളെ തെറ്റുകാരാക്കി മാറ്റും, നമ്മളെ ഒരു ടോക്സിക് പേഴ്സണാക്കി മാറ്റും. ശരിക്കും അവർ ചെയ്യുന്നത് ഭൂലോക തെമ്മാടിത്തരവും തെറ്റും തന്നെയായിരിക്കും. പക്ഷെ ഒരിക്കലും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് സമൂഹത്തിൽ നല്ല രീതിയിൽ ഇരിക്കണം, ഇല്ലെങ്കിൽ അവരുടെ സുഹൃത്ത് വലയത്തിൽ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സുഹൃത്ത് വലയത്തിൽ പോലും അവർക്ക് നല്ലൊരു ഇമേജ് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം അവർക്ക് കാണും. അതുകൊണ്ട് തന്നെ നമ്മളെ കുറ്റക്കാരാക്കി എപ്പോഴും മുന്നിൽ നിർത്താൻ അവർ മടിക്കില്ല. ഉണ്ട്, അങ്ങനെയുള്ള ആളുകളുണ്ട്, അനുഭവം. അതുകൊണ്ടാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അവസാനം നമ്മൾ പോലും മാനസികമായിട്ട് ചില സമയത്ത് ചിന്തിച്ചു പോമേ, ശരിക്കും നമുക്കാണോ തെറ്റ്, നമ്മളാണോ തെറ്റ് കാണുന്നത്, അവരിപ്പോൾ ഈ ചെയ്യുന്ന ഒന്നൊരു കുറ്റമല്ലേ എന്നൊരു നിമിഷം നമ്മൾ ചിന്തിച്ചു പോകും. ആ സ്ത്രീക്കും പറ്റിയത് അതാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അവർ ഫോൺ എടുത്തത്, ഫോട്ടോ എടുത്തത്. അവരുടെ കയ്യിൽ ആ തെളിവുണ്ട്. പക്ഷെ അവർ ഈ നിമിഷം വരെ അവർ കേസായിട്ട് മുന്നോട്ട് പോകുന്നില്ല. അതാണ് എനിക്കുള്ളൊരു സംശയം. അവർ ചിലപ്പോൾ പോകാത്തതിൻ്റെ കാരണം ഭീഷണി കാണും, ഉറപ്പായിട്ടും കാണും. എന്തിന് ഭീഷണി? ചിലപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അവരെ വേറെന്തെങ്കിലും കേസിലാക്കി ഇവന്മാർ പെടുത്തിക്കളയും, ഉറപ്പുള്ള കാര്യമല്ലേ? ഗണേശൻ ചെറിയ ടീമാണോ? വലിയ ടീമല്ലേ? നടനായിരുന്നു, ദാ ബാലകൃഷ്ണൻ, എൻ്റെ പൊന്നെ വേണ്ട പോട്ടെ, മന്ത്രിയാണ്. ആരൊക്കെയാണിനി? നീ എന്തൊക്കെ ആകാൻ കിടക്കുന്നു? മണ്ടന്മാരുണ്ടല്ലോ വോട്ട് കുത്തി കയറ്റാൻ, കേറ്റ് ബാക്കി കേൾക്കാം നമുക്ക്. he was trying to assault me, tried to take snatch my phone. പക്ഷേ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചിയെ വിളിച്ചു. ബിക്കോസ് എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി ഇട്ടിട്ടാണ് ഞാൻ പോയത്. ഞാൻ ലേഖ ചേച്ചിയോട് പറഞ്ഞു, ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് യു ഹാവ് ടു പിക്ക് അപ്പ് മൈ കോൾ. അത് അല്ലാതെ ഒരു BJP സ്ഥാനാർത്ഥി ഒന്നും അല്ല. ചേച്ചി എൻ്റെ ബ്രദറിനെ കല്യാണം കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. സോ അത് വിളിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ബിന്ദു ഇമ്മീഡിയറ്റ്ലി യു കോൾ കൺട്രോൾ റൂം 112. അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. ഞാൻ ലേഖ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കണ്ടപ്പോൾ അവരെന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ഓടി, ഐ റാൻ ഔട്ട്. പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നേരത്ത് പ്രദീപ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതിൽ എൻ്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഗണേഷ് കുമാർ ഈ സ്ത്രീയായിട്ട് സ്ത്രീനെ കൊണ്ടുവന്ന കാറിൽ ശാന്തം കയറ്റി. ശാന്തം കൊണ്ടുപോയി ഗണേഷ് കുമാർ ഉള്ളിലേക്ക് ഓടി വാതിലടച്ചു. ഗണേഷ് കുമാർ ഉള്ളിലേക്ക് ഓടി വാതിലടിച്ചു. അത് ചെയ്യാതെ വേറെ മാർഗമില്ലല്ലോ ഗണേശ് ചേട്ടന്. കേട്ടല്ലോ ആ സ്ത്രീക്ക് പറയാനുള്ളത്? തെളിവാണ്, അവരെ കണ്ട കാര്യങ്ങളാണ്, അവരുടെ കയ്യിൽ തെളിവുകളുണ്ട്. എന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ നേരിട്ടെന്താ മുഖ്യ പിടുമാമോ, എവിടെയാ താങ്കൾ? നേരിട്ടിടപെട്, കേസെടുക്കാൻ പറ പോലീസിനോട്. എന്താ ചെയ്യാത്തേ? പറ്റത്തില്ലായിരിക്കും അല്ലയോ? വയറിളക്കം പിടിച്ച് വീട്ടിൽ ഇരിക്കുമായിരിക്കും അല്ലയോ? ഇടപെടത്തില്ല. എങ്ങനെ ഇടപെടും? അവരായിട്ടാണെങ്കിലും മുന്നോട്ട് പോകുന്നില്ല പരാതിയായിട്ട്. നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെയാണ്. വല്ലതും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ ശ്രീലേഖ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, പഴയ DGP അറിയാലോ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അവരിപ്പോൾ BJPയുടെ അറിയാലോ, പറയുന്നില്ല. അവരും ഒക്കെ വന്ന് സംസാരിക്കുന്നുണ്ടേ. കാരണം അവരുടെ പക്ഷം പിടിച്ച് എന്തെങ്കിലും നമ്മൾ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മളെ പിടിച്ച് കുങ്കിയാക്കും. നീ കുങ്കിയല്ലേടാ, അതുകൊണ്ടല്ലേടാ ഗണേശ് ചേട്ടനെ ആ പറയുന്ന ആ ഡയലോഗും പറഞ്ഞ് ഇവിടെ വരാൻ താല്പര്യമുള്ളവന്മാർ ഒറ്റ കാര്യം ആലോചിക്കുക. നേരത്തെ അവൻ പറഞ്ഞ ഡയലോഗ് കേട്ടല്ലോ. പാലക്കാട്ടെ IVF എല്ലാം നിർത്തി. രാഹുൽ ഉണ്ടല്ലോ അവിടെ. നിന്റെയൊക്കെ വീട്ടിൽ ഇരിക്കുന്നവരെയും പറയും ഇവൻ നാളെ. അത് മാത്രം ആലോചിച്ചാൽ മതി. ആ ഒരൊറ്റ കാര്യം മാത്രം. കൂടുതലൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. രാഹുലും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ കേൾപ്പിക്കുന്നില്ല. ഇത് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് അങ്ങ് നീണ്ടായി പോവും, വലുതായി പോവും. വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിൽ രാഹുൽ എന്ന് പറയുന്ന കേൾപ്പിച്ച് തരാം, കുറച്ച് മാത്രം. അതും കൂടെ നിങ്ങളൊന്ന് കേട്ടോ. അതെല്ലാം പോകട്ടെ, അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ശ്രീ KB ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പ്രണയത്തൊക്കെ അങ്ങനെ നിൽക്കട്ടെ, നമുക്ക് അതിനകത്തൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം. പക്ഷേ അതേ KSRTC മന്ത്രിയല്ലേ, അല്ലാതെ KSRTC ബസ്സൊന്നും അല്ലോ കൈ കാണിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ആളുകളെ വിളിച്ച് കയറ്റാനായിട്ട്. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഞാൻ പ്രണയമാണെന്ന് പറയുമ്പോഴും അന്നുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി എത്ര പ്രണയമാണ് എന്ന് പറഞ്ഞാലും അത് അനുവദിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു നിയമവിരുദ്ധ പ്രവൃത്തി
അന്നുണ്ടായിട്ടുണ്ടോ? അദ്ദേഹം മറുപടി പറയട്ടെ. ഒന്ന്, അന്നത്തെ ദിവസം നടന്ന സംഭവ വികാസങ്ങളിൽ അദ്ദേഹം ഇനി എന്ത് പ്രണയമാണെന്ന് പറഞ്ഞാലും ഈ രാജ്യത്തിൻ്റെ ഒരു നിയമത്തിൻ്റെയും പരിരക്ഷ ലഭിക്കാത്ത ഒരു ഗുരുതരമായ ക്രൈം ശ്രീ KB ഗണേഷ് കുമാർ നടത്തിയിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യവും ഞാൻ കേൾപ്പിക്കുന്നില്ല, അത് വേറൊന്നും കൊണ്ടല്ല. രാഹുലിനെ സപ്പോർട്ട് ചെയ്തൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളും കൂടെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പറയാണ്, രാഹുലിന് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല. രാഹുൽ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, രാഹുലിന് പറയാം, എടോ താനും പറ, താൻ വലിയ താൻ എന്നെ പറയുന്നുണ്ടല്ലോ, അതെ ഞാൻ ഇങ്ങനെയാണ്, താൻ പറ എന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. അതല്ലാതെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. കാരണം ഏതാണ്ടൊക്കെ ഈ തരത്തിലുള്ള തെറ്റിൻ്റെ പുറത്താണ് രാഹുൽ നിൽക്കുന്നത്, അത് രാഹുലിനും അറിയാം. പിന്നെ കേസൊന്നും തെളിയിക്കാൻ പറ്റത്തില്ല, തള്ളി പോത്തേ ഉള്ളൂ. കാരണം രാഹുൽ അങ്ങോട്ട് കയറി ആരെയും അങ്ങോട്ട് പിടിച്ചു വലിച്ചൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. ഗണേശൻ്റെ കേസിലും അതൊക്കെ തന്നെ, ഗണേശനും ആരെയും അങ്ങോട്ട് പിടിച്ചു വലിച്ചൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗണേശൻ കല്യാണം കഴിച്ച ഭാര്യയുണ്ട്. ഒന്നാമത്തെ ഭാര്യയും ഈ സെയിം സാധനം കൊണ്ട് ഇറങ്ങിയ, രണ്ടാമത്തെ ഭാര്യയും ഈ സെയിം സാധനം. അപ്പം ശരിക്കുള്ള കുഴപ്പം രാഹുലിനെക്കാട്ടിലും കൂടുതൽ ഗണേശന് തന്നെയാണ്. കാരണം കല്യാണം കഴിച്ച് വീട്ടിലുണ്ട്, എന്നിട്ടും അവന് പുറത്ത് പരിപാടിക്ക് പോകണമെങ്കിൽ അത് അവൻ്റെ പ്രശ്നം തന്നെ. അതിന് പ്രണയം നല്ല ചേട്ടാ പറയുന്നത്, അതിന് വേറെ പലതുമാണ് പറയുന്നത്. അത് ആദ്യമേ ഗണേശൻ മന്ത്രി ഒന്ന് മനസ്സിലാക്കി. ഞാനീ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.